സോ ഇന്നത്തെ GK സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒളിമ്പിക്സ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് റിവിഷൻ ഫാക്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് വിന്റർ ഒളിമ്പിക്സ് വാസ് ഹെൽഡ് ഇൻ വിച്ച് ഇയർ? ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് ഏത് വർഷമാണ് നടന്നത്? ഒളിമ്പിക്സ് യൂഷ്വലി നമ്മൾ പറയാറുള്ളത് സമ്മർ ഒളിമ്പിക്സ് ആണ്. ഓക്കെ, എന്നാൽ രണ്ട് ഒളിമ്പിക്സ് ആണ്, വിന്റർ ഒളിമ്പിക്സും ഉണ്ട് സമ്മർ ഒളിമ്പിക്സും ഉണ്ട്. കൂടുതൽ ഗെയിംസും നടക്കുന്നത് സമ്മർ ഒളിമ്പിക്സിലാണ്. ഇപ്പൊ കഴിഞ്ഞതും നമ്മുടെ സമ്മർ ഒളിമ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. പക്ഷെ ചില ഗെയിംസ്, ഐസ്, സ്നോ, ഇതൊക്കെ വേണ്ട ചില ഗെയിംസ് ഉണ്ട്, അത് നടക്കുന്നത് വിന്റർ ഒളിമ്പിക്സിലാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് ഏത് വർഷമാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1926, 1924, 1922, നൺ ഓഫ് ദീസ്. ഇതിൽ ഏത് വർഷമാണ് ഫസ്റ്റ് വിന്റർ ഒളിമ്പിക്സ് നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1924ലാണ് ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് സമ്മർ ഒളിമ്പിക്സ് വാസ് ഹെൽഡ് ഇൻ വിച്ച് ഇയർ? ഫസ്റ്റ് സമ്മർ ഒളിമ്പിക്സ് നടന്നത് ഏത് വർഷമാണ്? വിന്റർ ഒളിമ്പിക്സ് എപ്പോഴായിരുന്നു? 1924ലായിരുന്നു. സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ഏത് വർഷമാണ്? സ്റ്റാർട്ട് ചെയ്തത് 1900 ആണോ, 1896 ആണോ, 1902 ആണോ, നൺ ഓഫ് ദീസ് ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 6 ഏപ്രിൽ 1896ലാണ് ആദ്യത്തെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. ഇത് മോഡേൺ ഒളിമ്പിക്സ് ആണ് കേട്ടോ. ഇതിന് മുന്നേ തന്നെ ഏൻഷ്യന്റ് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീസില്. സോ അത് വേറെ നമ്മൾ നോക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ പ്രസന്റ്ലി ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക്സ് ഗെയിംസ് ഉണ്ടല്ലോ, അതിന്റെ ഫസ്റ്റ് സമ്മർ ഒളിമ്പിക്സ് നടന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 6 ഏപ്രിൽ 1896ലാണ് സമ്മർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്. ഏഥൻസ് ഗ്രീസിൽ വെച്ചാണ് ഇതും സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ വിമൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഒളിമ്പിക്സ് ഫോർ ദ ഫസ്റ്റ് ടൈം? വനിതകൾ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒളിമ്പിക്സ് ഗെയിംസ് ഏതായിരുന്നു? 1896, അതായത് ആദ്യത്തെ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നോ? 1900ലാണോ, 1904ലാണോ, 1908ലാണോ? വനിതകൾ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒളിമ്പിക്സ് ഓപ്ഷൻ ബി 1900 ആണ്. രണ്ടാമത്തെ ഒളിമ്പിക്സ് ഗെയിംസിലാണ് 1900ലാണ് വനിതകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇതിൽ 22 വനിതകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചാൽ നീലിമ ഘോസ് ആണ്. നീലിമ ഘോസ് ആണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത വനിത. 1952ലാണത്. ഓക്കെ, 1952 100 മീറ്റർ റേസിലാണ് നീലിമ ഘോസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആദ്യത്തെ ഇന്ത്യൻ വനിത. അല്ലാണ്ട് വനിതകൾ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 1900ലാണ്. അടുത്ത ചോദ്യം. വിച്ച് കളർ റെപ്രസെന്റ്സ് ഏഷ്യ ഇൻ ദ ഒളിമ്പിക്സ് റിംഗ്? നമുക്കറിയാം ഒളിമ്പിക്സ് റിംഗില് ഇതുപോലെ 5 റിംഗ്സ് ഉണ്ട്. ഓരോ റിംഗും ഓരോ കളറിലാണ്. ഓക്കെ, സോ ഈ ഓരോ റിംഗും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ കോണ്ടിനെന്റിനെയാണ്. സോ ഇതില് ഏത് കളറാണ് ഏഷ്യ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ്, ഗ്രീൻ, യെല്ലോ ഓർ ബ്ലാക്ക്? ഇവിടെ കണ്ടാൽ നമുക്കറിയാം ഏതാണ് ഏഷ്യയുടെ വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, യെല്ലോ കളറാണ് ഏഷ്യ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് യൂറോപ്പിനെയാണ്, ബ്ലാക്ക് കളർ ആഫ്രിക്കയാണ്, റെഡ് കളർ അമേരിക്കയാണ്, ആൻഡ് ഗ്രീൻ കളർ ഓസ്ട്രേലിയ ആണ്. യെല്ലോ ഏഷ്യ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഓർക്കുക, ഈ റിംഗ്സ് ഓരോ കോണ്ടിനെന്റ്സ് ആണ് ഡിപിക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ കളർ ഏത് കോണ്ടിനെന്റ് ആണെന്നും ഓർത്ത് വെക്കുക. ബ്ലൂ കളർ യൂറോപ്പാണ്, ബ്ലാക്ക് ആഫ്രിക്കയാണ്, റെഡ് അമേരിക്കയാണ്, ആൻഡ് യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. അഞ്ചാമത്തെ ചോദ്യം. വെർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി സിറ്റുവേറ്റഡ്? ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജർമ്മനിയിലാണോ, സ്വീഡനിലാണോ, സ്വിറ്റ്സർലൻഡിലാണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന്റെ അകത്തും ഉണ്ടായിരുന്നു. സോ ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ലുസൈൻ, സ്വിറ്റ്സർലൻഡിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അടുത്ത ചോദ്യം. ഹു ഇസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി? പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ആരാണ്? തോമസ് ബാക്ക്, ജാക്കസ് റോഗർ, ക്രെയ്ഗ് റീഡ്, നൺ ഓഫ് ദീസ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. തോമസ് ബാക്ക് ആണ് ഇപ്പോഴത്തെ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ്
കമ്മിറ്റി. ഏഴാമത്തെ ചോദ്യം, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ഒളിമ്പിക്സ് ഗെയിംസ്? ഈ ഒളിമ്പിക്സ് ഗെയിംസ് ഞാൻ വീണ്ടും പറയുന്നു, ഇത് മോഡേൺ ഒളിമ്പിക്സ് ഗെയിംസിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. സോ ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ഒളിമ്പിക്സ് ഗെയിംസ്? ഓപ്ഷൻ എ പൈറി ഡി കോബർട്ടിൻ, ഓപ്ഷൻ ബി ഡേവിഡ് മാർട്ടിൻ, ഓപ്ഷൻ സി ജാക്കസ് റോജ്, ഓപ്ഷൻ ഡി ക്രെയ്ഗ് റീഡ്. ഇതിൽ ആരാണ് ഫൗണ്ടർ ഓഫ് ഒളിമ്പിക്സ് ഗെയിംസ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. പൈറി ഡി കോബർട്ടിൻ ആണ് ഫൗണ്ടർ ഓഫ് ഒളിമ്പിക്സ് ഗെയിംസ്. അടുത്ത ചോദ്യം നോക്കാം. ഹു ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൺ ടു ജോയിൻ ദ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി? സോ നമ്മൾ ഒളിമ്പിക്സിന് പോയ ആദ്യത്തെ വനിത എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മൾ കണ്ടിരുന്നു നീലിമ ഘോഷ് ആണെന്നുള്ളത്. 1952 പോയതെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇത് ചോദിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യ വനിത ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നരേന്ദർ ബത്ര, നീത അംബാനി, കർണം മല്ലേശ്വരി ഓർ സാനിയ മിർസ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നീത അംബാനിയാണ് ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ജോയിൻ ചെയ്തത്. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ഹു ഇസ് ദ കറന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി? ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി നമ്മൾ കണ്ടു, ഇനി ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി ഉണ്ട്. സോ ഈ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കറന്റ് പ്രസിഡന്റ് ആരാണ്? നാരായണ രാമചന്ദ്രൻ, രാജീവ് മെഹ്ത, നരേന്ദ്ര ബത്ര, നൺ ഓഫ് ദീസ്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നരേന്ദ്ര ബത്രയാണ് പ്രസന്റ് അല്ലെങ്കിൽ കറന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി. ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി ഫൗണ്ട് ചെയ്തത് 1927 ഓക്കെ, അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇൻഡിപെൻഡൻസിനൊക്കെ മുന്നേ ആണ്. 1927 ഈ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി ഫൗണ്ട് ചെയ്യപ്പെട്ടത്. പത്താമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഒളിമ്പിക്സ് മോട്ടോ? നമ്മുടെ ഒളിമ്പിക്സിന് ഒരു മോട്ടോ ഉണ്ട്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒളിമ്പിക്സ് മോട്ടോയുടെ ഭാഗമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിറ്റിയസ്, ആൽറ്റിയസ്, ഫോർട്ടിയസ് ഓർ ഹെക്ടിയസ്? ഇതിൽ ഏതാണ് ഒളിമ്പിക്സ് മോട്ടോയുടെ ഭാഗമല്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹെക്ടിയസ് ആണ്. ഹെക്ടിയസ് ഒളിമ്പിക്സ് മോട്ടോയുടെ ഭാഗമല്ല. ഒളിമ്പിക്സ് മോട്ടോ എന്താണ്? സിറ്റിയസ്, ആൽറ്റിയസ്, ഫോർട്ടിയസ് എന്ന് പറയുന്ന ഈ മൂന്ന് ലാറ്റിൻ വേർഡ്സ് ആണ് നമ്മുടെ ഒളിമ്പിക്സിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ എന്നാണ്. ഓക്കെ, ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ എന്നാണ് ഈ മൂന്ന് വേർഡ്സിന്റെ മീനിങ്. ഇത് ലാറ്റിൻ വേർഡ്സ് ആണ്. ഓക്കെ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1924 ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്? 1924 ഈ ഒളിമ്പിക്സ് മോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഈ കഴിഞ്ഞ ഇപ്പൊ 2020 ഒളിമ്പിക്സ് നമ്മളിപ്പോ നടത്തിയപ്പോൾ അതിൽ ഒരു വേർഡും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. അതായത് ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗെദർ എന്നും കൂടി ആഡ് ചെയ്തു. ഓക്കെ, ടുഗെദർ നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ആഡ് ചെയ്തതാണ് ടുഗെദർ എന്നുള്ളത്. അപ്പൊ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗെദർ. ലാറ്റിനിലാണെന്നുണ്ടെങ്കിൽ സിറ്റിയസ്, ആൽറ്റിയസ്, ഫോർട്ടിയസ്, കമ്മ്യൂണിറ്റർ. ഓക്കെ, സോ ഏതാണ് റിലേറ്റഡ് അല്ലാത്തത്? ഹെക്ടിയസ് ആണ് ഇതിനോട് റിലേറ്റഡ് അല്ലാത്തത്. In which year did Abhinav Bindra win gold medal for India? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ആയിരുന്നു അഭിനവ് ബിന്ദ്രയ്ക്ക് കിട്ടിയത്. ഷൂട്ടിങ്ങിനാണ് ഈ മെഡൽ കിട്ടിയത് അദ്ദേഹത്തിന്. 1999 2008 2004 അതോ 2012 എപ്പോഴാണ് അഭിനവ് ബിന്ദ്രയ്ക്ക് ഗോൾഡ് കിട്ടിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്രയ്ക്ക് ഷൂട്ടിങ്ങിന് സ്വർണ്ണ മെഡൽ കിട്ടിയത്. അടുത്ത ചോദ്യം നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു എവർ വിൻ ആൻ ഒളിമ്പിക്സ് മെഡൽ? ആദ്യത്തെ ഇന്ത്യൻ വനിത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? സാക്ഷി, കർണം മല്ലേശ്വരി, ഗീത ഫോഗട്ട്, നൺ ഓഫ് ദീസ്. ആദ്യത്തെ മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, കർണം മല്ലേശ്വരി. 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് വെയിറ്റ് ലിഫ്റ്റിംഗിന് ബ്രോൺസ് മെഡൽ കിട്ടിയത് കർണം മല്ലേശ്വരിക്ക്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വനിത പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 1952 നീലിമ ഘോഷ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആദ്യത്തെ മെഡൽ കിട്ടുന്നത് 2000 ഓക്കെ, അതും ബ്രോൺസ് മെഡലാണ് കിട്ടിയത് വെയിറ്റ് ലിഫ്റ്റിംഗിന് കർണം മല്ലേശ്വരിക്ക്. 2000 ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടക്കുന്നത്? സിഡ്നി ഒളിമ്പിക്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു എവർ വിൻ ആൻ ഒളിമ്പിക്സ് മെഡൽ കർണം മല്ലേശ്വരിയാണ്.
12ാമത്തെ ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ഒളിമ്പിക്സ് ലോഗോ ഫസ്റ്റ് യൂസ്ഡ്? ഒളിമ്പിക്സിന്റെ ലോഗോ നമ്മൾ കണ്ടു, 5 റിങ്സ്, അതാണ് ഒളിമ്പിക്സിന്റെ ലോഗോ. അത് ആദ്യമായിട്ട് യൂസ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1900, 1920, 1896 ഓർ 1928? ഏത് കൊല്ലമാണ്, ഏത് വർഷമാണ് ഒളിമ്പിക്സ് ലോഗോ ആദ്യമായിട്ട് യൂസ് ചെയ്തത്? ഒളിമ്പിക്സ് ലോഗോ ക്രിയേറ്റ് ചെയ്ത വർഷം 1913 ആണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തത് 1913 അത് റിലീസ് ചെയ്തത് 1914. ഓക്കെ, 1913 ഇത് ഉണ്ടാക്കി, 1914 ഇത് റിലീസ് ചെയ്തെങ്കിലും 1914 നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒഫീഷ്യലി അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 1920. ഓക്കെ, 1920 ആംട്രാപ്പിൽ വെച്ച് ഇത് ആദ്യമായിട്ട് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒഫീഷ്യൽ ലോഗോ വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ 1920. Which country has hosted the most Olympics? നമുക്കറിയാം ഓരോ വർഷം ഓരോ കൺട്രിയാണ്, ഓരോ പ്രാവശ്യം ഓരോ കൺട്രിയാണ് ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും അധികം പ്രാവശ്യം ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണോ, ചൈനയാണോ, ജപ്പാൻ ആണോ, അതോ ഓസ്ട്രേലിയ ആണോ? ഏത് കൺട്രിയാണ് ഏറ്റവും അധികം പ്രാവശ്യം ഒളിമ്പിക്സ് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഏറ്റവും അധികം തവണ ഒളിമ്പിക്സ് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. In which year did Norman Pritchard participated in Olympics? ആരാണ് ഈ നോർമൻ പ്രിച്ചാർഡ്? ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിയാണ് നോർമൻ പ്രിച്ചാർഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു. ഏത് കൊല്ലമാണ് ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? 1920, 1928, 1900 ഓർ 1896? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നമ്മുടെ രണ്ടാമത്തെ ഒളിമ്പിക്സിൽ 1900 ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് 2 സിൽവർ മെഡലും കിട്ടിയിരുന്നു. ഓക്കെ, സോ ഇൻ വിച്ച് ഇയർ ഡിഡ് നോർമൻ പ്രിച്ചാർഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഒളിമ്പിക്സ്? 1900. ആൻഡ് പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ്. ഇദ്ദേഹം ഇൻഡിവിജ്വൽ ആയിട്ട് പോയതാണ്, ഇന്ത്യൻ ടീമായിട്ട് പോയതല്ല. ഫസ്റ്റ് പേഴ്സൺ ടു പാർട്ടിസിപ്പേറ്റ് ആണ് നോർമൻ പ്രിച്ചാർഡ്. അടുത്ത ചോദ്യം, when did India participate in Winter Olympics for the first time? വിന്റർ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഏത് വർഷമാണ്? 1924 വിന്റർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ത്യ അതിൽ പങ്കെടുത്തത് ആദ്യമായിട്ട് എപ്പോഴാണ്? 1920, 1964, 1932 ഓർ 2000? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1916 ഇന്ത്യ ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സിംഗിൾ അത്ലീറ്റ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. മെൻസ് ഡൗൺ ഹിൽ എന്ന് പറയുന്ന ഒരു സ്പോർട്ടിലാണ് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പേര് ജെറിമി ബുജോകോസ്കി ആണ് ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇന്ത്യൻ. ആൻഡ് ഇന്ത്യ ആദ്യമായിട്ട് റെപ്രസെന്റ് ചെയ്തത്, ഇന്ത്യ ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പോയത് 1964. Who was the captain of Indian hockey team in 1948 Olympics? 1948 ഒളിമ്പിക്സ്, ഈ ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. ആൻഡ് ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ നേടിത്തന്നതാണ് ഇന്ത്യൻ ഹോക്കി ടീം. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യക്ക് കിട്ടിയ ആദ്യത്തെ ഗോൾഡ് ആണ് 1948 ഒളിമ്പിക്സിൽ നടക്കുന്നത്. അതിൽ ഇന്ത്യൻ ഹോക്കി ടീമിനാണ് ഗോൾഡ് മെഡൽ കിട്ടിയത്. സോ ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധ്യാൻചന്ദ്, KD സിംഗ്, കിഷൻ ലാൽ എന്നാണ് ഓഫ് ദീസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കിഷൻ ലാൽ ആയിരുന്നു ഈ ഇന്ത്യൻ ഹോക്കി ടീം 1948 ഗോൾഡ് മെഡൽ കിട്ടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. Which athlete is most decorated Olympian of all time? Most decorated Olympian of all time. ഏറ്റവും അധികം മെഡൽസ് കിട്ടിയിരിക്കുന്നത്, ഒളിമ്പിക് മെഡൽസ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? കാൾ ലൂയിസ്, ഉസൈൻ ബോൾട്ട്, മൈക്കൽ ഫെൽപ്സ്, നൺ ഓഫ് ദീസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. മൈക്കൽ ഫെൽപ്സ് ആണ് മോസ്റ്റ് ഡെക്കറേറ്റഡ് ഒളിമ്പിയൻ എന്ന് പറയുന്നത് ഓഫ് ഓൾ ടൈം. ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 23 ഗോൾഡ്, 3 സിൽവർ ആൻഡ് 2 ബ്രോൺസ് ആണ്. ഓക്കെ, 23 ഗോൾഡ് സ്വർണ്ണ മെഡൽ, 3 സിൽവർ മെഡൽ ആൻഡ് 2 ബ്രോൺസ് മെഡലാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അധികം മെഡൽ കിട്ടിയിരിക്കുന്നത് ഇദ്ദേഹത്തിനാണ്, മൈക്കൽ ഫെൽപ്സ്.
At which of the following Olympics are the gold medals made of pure gold last awarded? നമുക്കറിയാം ഇപ്പൊ കിട്ടുന്ന ഈ ഗോൾഡ് മെഡൽ സിൽവർ മെഡൽ ഒക്കെ അതിലെ ഗോൾഡ് മെഡൽ ഒന്നും പ്യോർ ഗോൾഡ് അല്ല. ഓക്കെ, അതിലൊരു ശതമാനം മാത്രമേ ഉള്ളൂ ഗോൾഡ്, കൂടുതലും വേറൊരു ഏതെങ്കിലും മെറ്റൽ ആയിരിക്കും. സോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പ്യോർ ഗോൾഡ് മെഡൽ അവാർഡ് ചെയ്യപ്പെട്ട ഒളിമ്പിക്സ് ഗെയിംസ് ഏതായിരുന്നു? 1912, 1920, 1930 or 1948? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1912 ലാസ്റ്റ് പ്യോർ ഗോൾഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഗോൾഡ് മെഡൽ അവാർഡ് ചെയ്തത് 1912. Which team leads the procession of athletes at the opening ceremony of the Olympics game? ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഓപ്പണിംഗ് സെറമണി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അറ്റ്ലീസ്റ്റ് ഈ വർഷമെങ്കിലും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ടീം അവരുടെ ഫ്ലാഗുമായിട്ട് ഇങ്ങനെ നടന്നു വരാറുണ്ട് അല്ലെ, ട്രാക്കിലൂടെ നടന്നു വരുന്നത് നമുക്ക് കാണാം. സോ അതിൽ ആ പ്രൊസഷൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ലീഡ് ചെയ്യുന്നത് ഏത് ടീമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീസ് ആണോ, ഹോസ്റ്റിംഗ് ടീം ആണോ, ഹോസ്റ്റിംഗ് നേഷൻ ഓഫ് ദ നെക്സ്റ്റ് ഒളിമ്പിക്സ് ആണോ, ഹോസ്റ്റിംഗ് നേഷൻ ഓഫ് ദ പ്രീവിയസ് ഒളിമ്പിക്സ് ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗ്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രീസിലെ ടീമാണ് എപ്പോഴും ഈ പ്രൊസഷൻ ലീഡ് ചെയ്യുന്നത്. ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ റീസൺ ആദ്യമായിട്ട് നടന്നതും അതുപോലെ ഏൻഷ്യന്റ് ഒളിമ്പിക്സ് നടന്നതും ഒക്കെ ഗ്രീസിലായതുകൊണ്ട് ഗ്രീസിന്റെ ടീം ആയിരിക്കും എപ്പോഴും ഈ പ്രൊസഷൻ ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഏത് കൺട്രിയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും ഏറ്റവും ബാക്കിൽ, ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഓക്കെ, പക്ഷെ 2004 ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഗ്രീസ് ആണ് ആ വർഷം ഹോസ്റ്റ് ചെയ്തത്. 2004 ഒളിമ്പിക്സ് ഗ്രീസ് ആണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീസിന്റെ ഫ്ലാഗും കൊണ്ട് ഒരു അത്ലീറ്റ് മാത്രം ഫ്രണ്ടിൽ വന്നു, ബാക്കി ടീം മുഴുവനും ലാസ്റ്റ് ആണ് പോയത്. ഓക്കെ, സോ നടുക്ക് ആൽഫബറ്റിക് ഓർഡറിലാണ് കൺട്രീസ് പോകുന്നത്. സോ ഏത് ടീമാണ് ലീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇനി കൺഫ്യൂഷൻ വേണ്ട, ഗ്രീസ് ആണ് ലീഡ് ചെയ്യുന്നത്. First time medals were introduced in which year? First time medals, ഒളിമ്പിക്സിൽ മെഡൽസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണ്? മെഡൽസ് ആക്ച്വലി നേരത്തെ മുതലേ ഉണ്ടായിരുന്നു, എന്നാൽ അത് ആ ഒരു ഓർഡറിൽ ലൈക്ക് ഫസ്റ്റ് ഗോൾഡ്, അതുപോലെ സെക്കൻഡ് സിൽവർ, തേർഡ് ബ്രോൺസ് എന്നുള്ള ഈ ഓർഡറിൽ കൊടുക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? 1900, 1896, 1904 or 1908? ശരിയായ ഉത്തരം 1904 ആണ്. സെയിന്റ് ലൂയിസിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഗെയിംസിലാണ് ആദ്യമായിട്ട് മെഡൽ കൊടുക്കാൻ തുടങ്ങിയത്. അടുത്ത ചോദ്യം, ഹൗ മെനി കൺട്രീസ് ബോയ്ക്കോട്ടഡ് മോസ്കോ ഒളിമ്പിക്സ് 1980? 1980 മോസ്കോയിൽ വെച്ച് ഒളിമ്പിക്സ് ഒരുപാട് കൺട്രീസ് ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് നടക്കുന്ന സോവിയറ്റ് അഫ്ഗാൻ വാർ കാരണം. സോ എത്ര കൺട്രീസ് ആണ് ഈ ഒളിമ്പിക്സ് ബോയ്ക്കോട്ട് ചെയ്തത്? 66, 50, 27 or 80? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 66. 66 കൺട്രീസ് ആണ് മോസ്കോ ഒളിമ്പിക്സ് 1980 ബോയ്ക്കോട്ട് ചെയ്തത്. When was the first ancient Olympics held? ഞാൻ നേരത്തെയും പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഡേൺ ഒളിമ്പിക്സിനെ പറ്റിയാണ്. എന്നാൽ അതിന് മുമ്പ് തന്നെ ഗ്രീസിൽ ഒളിമ്പിക്സ് നടക്കുന്നുണ്ടായിരുന്നു, അതിനെയാണ് നമ്മൾ ഏൻഷ്യന്റ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. സോ ആ ഏൻഷ്യന്റ് ഒളിമ്പിക്സ് ഫസ്റ്റ് ടൈം എപ്പോഴാണ് നടക്കുന്നത്? 700 BC, 776 BC, 869 BC or 750 BC? ശരിയായ ഉത്തരം 776 BCയിലാണ് ഇത് ആദ്യമായിട്ട് നടക്കുന്നത്. അടുത്ത ചോദ്യം നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നിന്നാണ്. വെൻ വാസ് ദ ഒളിമ്പിക്സ് ഹെൽഡ് ഇൻ 2021? 2021 ഒളിമ്പിക്സ് എന്ന് തൊട്ട് എന്ന് വരെ ആയിരുന്നു? 23rd ജൂലൈ തൊട്ട് 8th ഓഗസ്റ്റ് വരെ ആയിരുന്നോ? 21st ജൂലൈ തൊട്ട് 6th ഓഗസ്റ്റ് ആയിരുന്നോ? 26th ജൂലൈ ടു 7th ഓഗസ്റ്റ് ആയിരുന്നു? സോ ഇപ്പൊ ഈ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ് അത് നടന്നത് 23rd ജൂലൈ തൊട്ട് 8th ഓഗസ്റ്റ് വരെ ആയിരുന്നു. ഓക്കെ, 23rd ജൂലൈ തൊട്ട് 8th ഓഗസ്റ്റ് വരെയാണ് ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത്. നമുക്കറിയാം 2020 നടക്കേണ്ട ഒളിമ്പിക്സ് ആണ്, COVID-19 കാരണം ഇത് 2021 പോസ്റ്റ്പോൺ ചെയ്തതാണ്. വാട്ട് വാസ് ദ മോട്ടോ ഓഫ് ഒളിമ്പിക്സ് 2021? 2021 അതായത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിന്റെ മോട്ടോ എന്തായിരുന്നു? യുണൈറ്റഡ് ബൈ വേൾഡ്, യുണൈറ്റഡ് ബൈ നേച്ചർ, യുണൈറ്റഡ് ബൈ ഇമോഷൻസ്, യുണൈറ്റഡ് ബൈ ഫീലിംഗ്സ്? ശരിയായ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, യുണൈറ്റഡ് ബൈ ഇമോഷൻസ് ആണ്. ഓക്കെ, യുണൈറ്റഡ് ബൈ ഇമോഷൻ ആണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഈ ടോക്കിയോ ഒളിമ്പിക്സ് 2021 മോട്ടോ. ഭവാനി ദേവി is associated with which Olympic sport? ഭവാനി ദേവി ഏത് സ്പോർട്സുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? അത്ലറ്റിക്സ് ആണോ, ഷൂട്ടിംഗ് ആണോ, ഫെൻസിംഗ് ആണോ?
ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫെൻസിങ് ആണ്. ഈ ഇമേജ് കണ്ടിട്ട് തന്നെ മനസ്സിലായി കാണും, ഇതാണ് ഫെൻസിങ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സ് ഗെയിംസിലോട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആദ്യത്തെ ഫെൻസർ ആയിരുന്നു ഈ വർഷം പോയ ഭവാനി ദേവി. ഓക്കെ, അപ്പൊ ഭവാനി ദേവി ഫെൻസിംഗിലാണ്. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്, ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ഫെൻസർ ആയിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ മാത്രമല്ല, ഫസ്റ്റ് ഇന്ത്യൻ ഫെൻസർ ഫ്രം ഇന്ത്യ ആയിരുന്നു ഹു ക്വാളിഫൈഡ് ഫോർ ഒളിമ്പിക്സ് ഗെയിംസ്. ഭവാനി ദേവി. അപ്പൊ പേര് ഓർത്ത് വെക്കാം, ഭവാനി ദേവി. Who won first silver medal for India in 2021 Olympics? അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഇപ്പൊ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ, അത് സിൽവർ മെഡൽ ആയിരുന്നു. അത് കിട്ടിയത് ആർക്കാണ്? നീരജ് ചോപ്ര, നേഹ ത്രിപാഠി, മീരാബായ് ചാനു ഓർ ആദിത്യ അശോക്. ആർക്കാണ് ആദ്യത്തെ സിൽവർ കിട്ടിയത് ഇപ്രാവശ്യം 2021 ഒളിമ്പിക്സിൽ? ശരിയായ ഉത്തരം വെയ്റ്റ് ലിഫ്റ്റിംഗിന് വേണ്ടി ഓപ്ഷൻ സി മീരാബായ് ചാനുവിനാണ് ആദ്യത്തെ വെള്ളി മെഡൽ കിട്ടിയത്. അടുത്ത ചോദ്യം, വിമൻ ഗോൾഫർ ഹു റെപ്രസെന്റഡ് ഇന്ത്യ ഇൻ 2021 ഒളിമ്പിക്സ്. വിമൻ ഗോൾഫർ ഹു റെപ്രസെന്റഡ് ഇന്ത്യ ഇൻ 2021 ഒളിമ്പിക്സ് ആരായിരുന്നു? മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗോൾഫർ ആയിരുന്നു ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ് ഗെയിം. ആരായിരുന്നു? പി വി സിന്ധു, നേഹ ത്രിപാഠി, മീരാബായ് ചാനു ഓർ അദിതി അശോക്. ഓപ്ഷൻ ഡി ആദിത്യ അശോക് ആയിരുന്നു വിമൻ ഗോൾഫർ ഹു റെപ്രസെന്റഡ്. അദിതി അശോക് ആക്ച്വലി കഴിഞ്ഞ ലാസ്റ്റ് ഒളിമ്പിക്സിലും പ്ലേ ചെയ്തിരുന്നു, റിയോ ഒളിമ്പിക്സിൽ. ആൻഡ് ഫസ്റ്റ് ഇന്ത്യൻ വനിത ടു റെപ്രസെന്റ് ഇന്ത്യ ഇൻ ഗോൾഫ് ഇൻ ഒളിമ്പിക്സ് ആണ് അദിതി അശോക്. First Indian female athlete to win 2 silver medals in the Olympics game. 2 സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ള ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി വി സിന്ധു, നേഹ ത്രിപാഠി, മീരാബായ് ചാനു, അദിതി അശോക്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പി വി സിന്ധു ആണ്. പി വി സിന്ധുവിനാണ് 2 സിൽവർ മെഡൽ ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ജിംനാസ്റ്റ് എവർ ടു കോമ്പീറ്റ് ഇൻ ഒളിമ്പിക്സ്. ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ജിംനാസ്റ്റ് ഒളിമ്പിക്സിൽ പോയത് ആരാണ്? ദീപ കർമാക്കർ, നേഹ ത്രിപാഠി, പ്രണതി നായക് ഓർ ആദിതി അശോക്. ആരായിരുന്നു? ശരിയായ ഉത്തരം 2016 സമ്മർ ഒളിമ്പിക്സിൽ പോയ ദീപ കർമാക്കർ ആണ് ആദ്യത്തെ ഫീമെയിൽ ജിംനാസ്റ്റ്. ഓക്കെ, ഒളിമ്പിക്സിന് ഇന്ത്യയിൽ നിന്ന് പോയ ആദ്യത്തെ ഫീമെയിൽ ജിംനാസ്റ്റ് ദീപ കർമാക്കർ ആണ്. പക്ഷെ ഈ വർഷം ദീപ കർമാക്കർ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഈ വർഷം പോയത് പ്രണതി നായക് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ജിംനാസ്റ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ പോയത് ദീപ കർമാക്കർ ആണ്. മാസ്കോട്ട് ഓഫ് ടോക്കിയോ സമ്മർ ഒളിമ്പിക്സ് 2020. ഇതൊക്കെയാണ് മാസ്കോട്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഒളിമ്പിക്സിന്റെ 2020 സമ്മർ ഒളിമ്പിക്സിന്റെ അല്ലെങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട് ആരായിരുന്നു? ഹൊദോരി, മിറേറ്റോവ, സുമേറ്റി ഓർ ഫുവ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മിറേറ്റോവയാണ് സമ്മർ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട്. ഓക്കെ, ഇതാണ് മിറേറ്റോവ. ഈ കാണുന്നത് സൊമേറ്റി ആണ്. സൊമേറ്റി എന്തിന്റെ ആയിരുന്നു മാസ്കോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരാ ഒളിമ്പിക്സിന്റെ, ഈ വർഷത്തെ പാരാ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട് ആയിരുന്നു സൊമേറ്റി. അപ്പൊ ഈ 2 പേരും ഓർത്തു വെക്കുക. ഒളിമ്പിക്സിന്റെ മാസ്കോട്ട് മിറേറ്റോവ ആയിരുന്നു ആൻഡ് പാരാ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട് സൊമേറ്റി ആയിരുന്നു. Country that won maximum medals in Tokyo Summer Olympics 2020. ഏത് കൺട്രിക്കാണ് ഏറ്റവും അധികം മെഡൽസ് കിട്ടിയത്? ചൈന, USA, റഷ്യ ഓർ കാനഡ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി USA ആണ്. 113, അതായത് 113 മെഡലാണ് USA കിട്ടിയത്. 39 ഗോൾഡ് ഉണ്ടായിരുന്നു, 41 സിൽവർ ഉണ്ടായിരുന്നു ആൻഡ് 33 ബ്രോൺസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഏറ്റവും അധികം മെഡൽ കിട്ടിയത് ഈ വർഷം ഏറ്റവും അധികം മെഡൽ കിട്ടിയത് USA-ക്കാണ്. അടുത്ത ചോദ്യം, ഹൗ മെനി മെഡൽസ് വർ വൺ ബൈ ഇന്ത്യ ഇൻ ടോക്കിയോ സമ്മർ ഒളിമ്പിക്സ് 2020? ഇന്ത്യക്ക് ഈ വർഷം എത്ര മെഡൽസ് ആണ് കിട്ടിയത്? 7, 8, 9 ഓർ 10? ഇന്ത്യക്ക് ഈ വർഷം കിട്ടിയത് 7 മെഡൽസ് ആണ്. ഏതൊക്കെയായിരുന്നു അത്? ഒരു ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു, 2 സിൽവർ ഉണ്ടായിരുന്നു, 4 ബ്രോൺസ് മെഡൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് കിട്ടിയത് 7 മെഡൽസ് ആണ്. ഒരു ഗോൾഡ്, 2 സിൽവർ ആൻഡ് 4 ബ്രോൺസ്.
What was the closing ceremony theme of Tokyo Olympics? Closing ceremonyയുടെ തീം എന്തായിരുന്നു? United by world, united by emotion, world we share, none of these. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വേൾഡ് വി ഷെയർ ആണ് ക്ലോസിംഗ് സെറമണിയുടെ തീം. ഓക്കെ, അപ്പൊ ഈ വർഷത്തെ ടോക്കിയോ ഒളിമ്പിക്സിലെ ക്ലോസിംഗ് സെറമണിയുടെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വേൾഡ് വി ഷെയർ ആയിരുന്നു. ഓക്കെ, who was the flag bearer of India in the opening ceremony of Tokyo Olympics? ഈ വർഷത്തെ ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ചിരുന്നത് ആരാണ്? മേരി കോം ആൻഡ് മൻപ്രീത് സിംഗ്, ബജ്രംഗ് പുനിയ, പി വി സിന്ധു, നീരജ് ചോപ്ര. ആരാണ് ഫ്ലാഗ് പിടിച്ചിരുന്നത്? ഹു വാസ് ദ ഫ്ലാഗ് ബെയറർ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. മേരി കോം ആൻഡ് മൻപ്രീത് സിംഗ് ആണ്. ഇന്ത്യൻ വനിതാ ബോക്സർ ആയ മേരി കോമും അതുപോലെ തന്നെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയ മൻപ്രീത് സിംഗുമാണ് ഓപ്പണിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. How many sports were introduced in the Tokyo Olympics? Tokyo Olympicsൽ കുറച്ച് സ്പോർട്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേതിൽ എത്ര സ്പോർട്സ് ആയിരുന്നു? 7, 8, 5 or 2 സ്പോർട്സ്? ശരിയായ ഉത്തരം 5 സ്പോർട്സ് ആണ്. 5 സ്പോർട്സ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൽ. ഇതിന്റെ പേരുകളൊക്കെ നമുക്ക് ഫാക്ടുകളിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത്രയും ആൻസർ ചെയ്താൽ മതി. ഹൗ മെനി സ്പോർട്സ് were introduced? 5 സ്പോർട്സ് were introduced. Who won the only gold medal for India in Tokyo Olympics? ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വർണം നേടിയത് ആരാണ്? നീരജ് ചോപ്ര, നേഹ ത്രിപാഠി, മീരാബായി ചാനു ഓർ ആദിത്യ അശോക്. നമുക്കറിയാം ജാവലിൻ ത്രോ ചെയ്ത നീരജ് ചോപ്രയ്ക്കാണ് ഈ വർഷം ഗോൾഡ് കിട്ടിയത്. ഒരേ ഒരു ഗോൾഡാണ് ഇന്ത്യക്ക് കിട്ടിയത്. അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കിട്ടിയത് ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കാണ്, ജാവലിൻ ത്രോയ്ക്കാണ്. What was the strength of Indian contingent for Tokyo Olympics 2020? ഓരോ കൺട്രീസും അവരവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ വിടാറുണ്ട് അല്ലെ? അത്ലീറ്റ്സ് ഉണ്ടാകാറുണ്ട് അതിന്റെ അകത്ത്. അതുപോലെ തന്നെ അവരുടെ കോച്ചസും ഹെൽത്തിന്റെ ആൾക്കാരൊക്കെ അതിന്റെ അകത്ത് ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ ഒരു ഗ്രൂപ്പിനെയാണ് വിടുന്നത്. അതിനെയാണ് നമ്മൾ കണ്ടിജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ കോണ്ടിജന്റിന്റെ അകത്ത് എത്ര പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 127, 228, 300 or 150. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 228 ആണ്. ഓക്കെ, അപ്പൊ ഈ 228ഉം അത്ലീറ്റ്സ് ആണെന്ന് വിചാരിക്കരുത്. ഇതിന്റെ അകത്ത് അത്ലീറ്റ്സ് ഉണ്ടാകും, എക്സ്ട്രാസ് ഉണ്ടാകും, കോച്ചസ് ഉണ്ടാകും, അവരുടെ മെഡിക്കൽ ടീം ഉണ്ടാകും. അങ്ങനെ കംപ്ലീറ്റ് ടീം എത്ര പേരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 228 ആൾക്കാർ അടങ്ങിയിട്ടുള്ള ഇന്ത്യൻ കോണ്ടിജന്റ് ആണ് ഇപ്രാവശ്യം ടോക്കിയോ ഒളിമ്പിക്സിന് പോയത്. സമ്മർ ഒളിമ്പിക്സ് 2024 ഈ വർഷത്തെ അല്ല, നെക്സ്റ്റ് ഒളിമ്പിക്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. 2024 സമ്മർ ഒളിമ്പിക്സ് വിച്ച് വിൽ ബി ഹെൽഡ് ഇൻ പാരീസ്, ഫ്രാൻസ്, വിൽ ബി വിച്ച് എഡിഷൻ? സോ നമ്മൾ ഓരോ സമ്മർ ഒളിമ്പിക്സിന് ഓരോ എഡിഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ 2024 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സ് അത് പാരീസിൽ വെച്ചാണ് നടക്കുന്നത്. അത് എത്രാമത്തെ എഡിഷൻ ആണ്? 32nd ആണോ, 33rd ആണോ, 34th ആണോ, അതോ 35th ആണോ? ഇപ്പൊ കഴിഞ്ഞത് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു എന്നറിയാവോ? 32nd എഡിഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ കഴിഞ്ഞത് 32nd ആണ്. അപ്പൊ സമ്മർ ഒളിമ്പിക്സ് 2024 എത്രാമത്തെ ആയിരിക്കും? 33rd എഡിഷൻ ആണ്. First Indian male athlete to compete in 400-meter hurdles at the Olympics. ഈ വർഷമാണ് ആദ്യത്തെ മെയിൽ അത്ലീറ്റ് 400 മീറ്റർ ഹേർഡിൽസിന് പോയത്. അത് ആരാണ്? മൻപ്രീത് സിംഗ് ആണോ, MP ജബീർ ആണോ, PR ശ്രീജേഷ് ആണോ, അതോ ബജ്രംഗ് പുനിയ ആണോ? ശരിയായ ഉത്തരം MP ജബീർ ആണ് ഇപ്രാവശ്യം പോയത്. അത് ഇന്ത്യയുടെ ആദ്യത്തെ മെയിൽ അത്ലീറ്റ് ടു കോമ്പീറ്റ് ഫോർ 400 മീറ്റർ ഹേർഡിൽസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ അല്ല, ഫസ്റ്റ് ഇന്ത്യൻ PT ഉഷയാണ്. ഓക്കെ, ഇദ്ദേഹം ആദ്യത്തെ മെയിൽ അത്ലീറ്റ് ആണ്. അടുത്ത ചോദ്യം, ഹു വാസ് ദ ഫ്ലാഗ് ബെയറർ ഓഫ് ഇന്ത്യ ഇൻ ദ ഓപ്പണിംഗ് സെറമണി ഓഫ് ടോക്കിയോ പാരാ ഒളിമ്പിക്സ്? പാരാ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറർ ഫോർ ദ ഓപ്പണിംഗ് സെറമണി ആരായിരുന്നു? ആവണി ലഖാര, മരിയപ്പ തങ്കവേലു, തേജ് ചന്ദ് ഓർ വിനോദ് കുമാർ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി തേജ് ചന്ദ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് മരിയപ്പ തങ്കവേലുവിന്റെ പേര് ഒരുപാട് പ്രാവശ്യം കേട്ടിരുന്നു. അദ്ദേഹമായിരുന്നു ഫ്ലാഗ് ബെയർ ചെയ്യേണ്ടത് ഫോർ ഓപ്പണിംഗ് സെറമണി. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലോസ് കോൺടാക്ട് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് അദ്ദേഹം ക്വാറന്റീനിൽ പോകേണ്ടി വന്നു. ആൻഡ് ഫ്ലാഗ് ബെയർ ചെയ്തത് തേജ് ചന്ദ് ആണ്. ഓക്കെ, സോ ഫ്ലാഗ് ബെയർ ചെയ്തത് ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് സെറമണിക്ക് ഫ്ലാഗ് ബെയർ ചെയ്തത് തേജ് ചന്ദ് ആണ്.
സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഒളിമ്പിക്സിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമുക്ക് ഫാക്ട്സ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ഫാക്ട്സ് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചില പോയിന്റ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും, ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകും. ഓക്കെ, സോ ഫാക്ട്സ്. ഫസ്റ്റ് വൺ, ഫസ്റ്റ് ഏൻഷ്യന്റ് ഒളിമ്പിക്സ് വാസ് ഹെൽഡ് ഇൻ. ഏൻഷ്യന്റ് ഒളിമ്പിക്സ് ഞാൻ നേരത്തെയും പറഞ്ഞു, ഇപ്പൊ നടക്കുന്നത് മോഡേൺ ഒളിമ്പിക്സ് ആണ്. ഏൻഷ്യന്റ് ഒളിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത് എപ്പോഴാണ്? 776 ബി സിയിലാണ്, ഗ്രീസിൽ വെച്ചാണ്. 776 ബി സിയിലാണ്, ഗ്രീസിലാണ്. ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് എപ്പോഴാണ് നടക്കുന്നത്? ഇത് സമ്മർ ഒളിമ്പിക്സും കൂടിയാണ്, ഓർക്കണം. സോ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാലും ഫസ്റ്റ് സമ്മർ ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാലും 1896 ഏഥൻസ് ഗ്രീസിലാണ്. ഓക്കെ, 1896 ഏഥൻസ് ഗ്രീസിൽ വെച്ചാണ് ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് അല്ലെങ്കിൽ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. ഇനി ഫൗണ്ടർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് ആരായിരുന്നു? പേരി ഡികുബർട്ടിൻ ആണ് ഫൗണ്ടർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ്. വിന്റർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 1924ലാണ് വിന്റർ ഒളിമ്പിക്സ്. മോട്ടോ എന്താണ്? മോട്ടോ നമ്മൾ പറഞ്ഞു സിറ്റിയസ് ആൽറ്റിയസ് ഫോർട്ടിയസ് എന്നാണ് മോട്ടോ ഓഫ് ഒളിമ്പിക്സ്. ആൻഡ് ഈ വർഷം അത് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗെദർ എന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗെദർ, ഇത് ലാറ്റിൻ വേർഡ്സ് ആണ്, ഇതെല്ലാം ലാറ്റിൻ വേർഡ്സ് ആണ്. സോ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ, ആൻഡ് അതിലേക്ക് ടുഗെദറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് റിംഗ്സ് ഇൻ ഒളിമ്പിക്സ് സിമ്പിൾ അല്ലെങ്കിൽ ലോഗോ. ഒളിമ്പിക്സിന്റെ ലോഗോയിൽ എത്ര റിംഗ്സ് ഉണ്ട്? 5 റിംഗ്സ് ഉണ്ട്. ആൻഡ് ഈ 5 റിംഗ്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 5 കോണ്ടിനെന്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഇത്? ബ്ലാക്ക് റിംഗ് റെപ്രസെന്റ് ചെയ്യുന്നത് ആഫ്രിക്കയാണ്. നമ്മൾ ഓൾറെഡി ഇമേജ് കണ്ടു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യാത്തത്. സോ ബ്ലാക്ക് റിംഗ് റെപ്രസെന്റ് ചെയ്യുന്നത് ആഫ്രിക്കയാണ്, റെഡ് അമേരിക്കയാണ്, ബ്ലൂ യൂറോപ്പ് ആണ്, യെല്ലോ ഏഷ്യ ആണ്, ആൻഡ് ഗ്രീൻ ഓസ്ട്രേലിയ ആണ്. ഓക്കെ, സോ ഇതാണ് 5 കോണ്ടിനെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 5 റിംഗ്സ്. സോ ഫസ്റ്റ് ഏൻഷ്യന്റ് ഒളിമ്പിക്സ് 776, മോഡേൺ ഒളിമ്പിക്സ് 1896, വിന്റർ ഒളിമ്പിക്സ് 1924. ഈ 3 ഇയേഴ്സ് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മോഡേൺ ഒളിമ്പിക്സിന്റെ ഫൗണ്ടർ പേരി ഡികുബർട്ടിൻ, മോട്ടോ സിറ്റിയസ് ആൽറ്റിയസ് ഫോർട്ടിയസ്. റീസെന്റ് ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ അതിലൊരു അഡീഷനും കൂടി വന്നു, ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗെദർ. എത്ര റിംഗ്സ് ഉണ്ട്? 5 റിംഗ്സ്. റിംഗ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് 5 കോണ്ടിനെന്റ്സിനെയാണ്. കളറും കോണ്ടിനെന്റ്സും പഠിക്കുക. വിച്ച് കൺട്രി ഹാസ് ഹോസ്റ്റഡ് മോസ്റ്റ് നമ്പർ ഓഫ് ഒളിമ്പിക്സ്? നമ്മൾ പറഞ്ഞു USA ആണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും അധികം. എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 8 എണ്ണം. ഓക്കെ, 8 പ്രാവശ്യം ഒളിമ്പിക്സ് നടന്നിരിക്കുന്നത് USA-ലാണ്. Custom of sequence of gold, silver and bronze for the first 3 places started from. ഞാൻ നേരത്തെയും പറഞ്ഞു, ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു മെഡൽ സ്റ്റാർട്ട് ചെയ്തത്. മെഡൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് മെഡൽസ് പണ്ടേ ഉണ്ട്, പക്ഷെ ആ ഒരു ഓർഡർ, ഫസ്റ്റിന് ഗോൾഡ്, സെക്കൻഡിന് സിൽവർ, തേർഡിന് ബ്രോൺസ് എന്നീ ഓർഡറിൽ കൊടുക്കാൻ തുടങ്ങിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1904 സമ്മർ ഒളിമ്പിക്സ്, സെയിന്റ് ലൂയിസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടക്കുന്ന സമ്മർ ഒളിമ്പിക്സ് 1904 നടക്കുന്ന ഒളിമ്പിക്സ്. അപ്പൊ ഓർക്കുക, രണ്ടാമത്തെ ഒളിമ്പിക്സ് 1896 സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 1900 പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആദ്യമായിട്ട് പോയത്. 1904 പ്രത്യേകതയാണ് ഓർഡറിൽ മെഡൽസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒളിമ്പിക്സ് ഇൻ വിച്ച് റിയൽ ഗോൾഡ് മെഡൽ വാസ് അവോർഡഡ് 1912 ഓക്കെ, പ്യോർ ഗോൾഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മെഡൽ അവസാനമായിട്ട് നൽകിയത് 1912 ഓക്കെ. ഇനി ഫസ്റ്റ് ഒളിമ്പിക്സ് ഇൻ വിച്ച് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ ഒളിമ്പിക്സ് ഏതാണ്? 1900 ആണ്. നോർമൻ പ്രിച്ചാർഡ് ആണ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്തത്. ഇദ്ദേഹത്തിന് 2 സിൽവർ മെഡൽ കിട്ടിയിരുന്നു. ഓക്കെ, 1900. ഇനി ഫസ്റ്റ് ഒളിമ്പിക്സ് ഇൻ വിച്ച് ഇന്ത്യ സെൻഡ് ഇന്ത്യൻ ടീം ആയിട്ട് റെപ്രസെന്റ് ചെയ്ത ആദ്യത്തെ ഒളിമ്പിക്സ് ഏതാന്ന് ചോദിച്ചാൽ അതും ഇൻഡിപെൻഡൻസിന് മുന്നേ തന്നെയാണ്, 1920 1920 നമ്മുടെ ഇന്ത്യൻ ടീം ഒളിമ്പിക്സിന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് 1924 ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ വരുന്നത്. ഇനി ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഫോർ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഏതാണ്? 1948 ഒളിമ്പിക്സിൽ ഹോക്കി ടീമിനാണ് ആദ്യത്തെ ഗോൾഡ് മെഡൽ കിട്ടിയത്. അപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ ഗോൾഡ് മെഡൽ ആണ് 1948 ഹോക്കി ടീമിന് കിട്ടിയത്.
ഫസ്റ്റ് ഇൻഡിവിജ്വൽ മെഡൽ ഫോർ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സോ ഈ മെഡൽ 1948 മെഡൽ എന്ന് പറയുന്നത് ടീമിന് കിട്ടിയ മെഡലാണ്. ആദ്യത്തെ ഇൻഡിവിജ്വൽ മെഡൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1952 ഓക്കെ. കെ ഡി ജാദവിനാണ് ബ്രോൺസ് മെഡൽ റെസ്ലിംഗിന് കിട്ടിയത്. കെ ഡി ജാദവ് 1952 ബ്രോൺസ് മെഡലാണ് കിട്ടിയത് റെസ്ലിംഗിന് വേണ്ടിയിട്ടാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യം കിട്ടിയത് ഗോൾഡ് മെഡലാണ് ഹോക്കിക്ക് 1948. ആദ്യത്തെ ഇൻഡിവിജ്വൽ മെഡൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കെ ഡി ജാദവിനാണ് കിട്ടിയത്. ബ്രോൺസ് ആണ് റെസ്ലിംഗിനാണ് 1952. ഓക്കെ, ഇനി നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സിനെ പറ്റി നോക്കാം. ടോക്കിയോ 2020 അല്ലെങ്കിൽ 21 എന്ന് പറഞ്ഞാലും ശരിയാണ്. ബിക്കോസ് ആക്ച്വലി നടക്കേണ്ടിരുന്നത് 2020 ഒളിമ്പിക്സ് ആണ്. ഇത് 2020 നടന്നില്ല ഡ്യൂ ടു COVID-19. അത് 21 നടന്നത്. ഇത് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 32nd എഡിഷൻ ആണ്. ഓക്കെ, 32nd എഡിഷൻ ആണ് ഇപ്പൊ ഈ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ്. എന്ന് തൊട്ട് എന്ന് വരെയായിരുന്നു? 23rd July 2021 തൊട്ട് 8th August 2021 വരെ. ഓക്കെ, 23rd July തൊട്ട് 8th August 2021 വരെയാണ് ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത്. ഫ്ലാഗ് ബെയറർ, ഓപ്പണിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബെയറേഴ്സ് ആരായിരുന്നു? മേരി കോമും മൻപ്രീത് സിംഗും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മേരി കോമും മൻപ്രീത് സിംഗുമാണ് ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ക്ലോസിംഗ് സെറമണിയുടെ ഫ്ലാഗ് ബെയറർ ബജ്രംഗ് പുനിയ ആയിരുന്നു. ആരായിരുന്നു? ബജ്രംഗ് പുനിയാണ് ക്ലോസിംഗ് സെറമണിയുടെ ഫ്ലാഗ് ബെയറർ. ഇനി കൺട്രി ദാറ്റ് ഗോട്ട് മാക്സിമം അവാർഡ്സ് അല്ലെങ്കിൽ മാക്സിമം മെഡൽസ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ USA ആണ്. ഏറ്റവും അധികം മെഡൽസ് കിട്ടിയത് USA-ക്കാണ്. എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 113 ആണ്. ഈ നമ്പേഴ്സ് ഓർത്ത് വെക്കുക. ഓക്കെ, സോ 113 മെഡൽസ് ആണ് USA-ക്ക് കിട്ടിയത്. 39 ഗോൾഡ് ഉണ്ടായിരുന്നു, 41 സിൽവർ ഉണ്ടായിരുന്നു ആൻഡ് 33 ബ്രോൺസ് ആണ്. ഓക്കെ, 39, 41, 33 ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, ടോട്ടൽ 113 മെഡൽസ് ആണ് USA-ക്ക് കിട്ടിയത്. സെക്കൻഡ് ചൈനയായിരുന്നു. ആൻഡ് തേർഡ് വൺ റഷ്യ ഒളിമ്പിക്സ് കമ്മിറ്റിയാണ്. ROC എന്ന് പറയുന്നത് റഷ്യൻ ഒളിമ്പിക് കമ്മിറ്റിയാണ്. നാലാമത്തെ സ്ഥാനത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ ആയിരുന്നു. ഇന്ത്യയുടെ സ്ഥാനം 48ാമത്തെ സ്ഥാനം, 48th പ്ലേസ് ആണ് ഇന്ത്യക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു ഈ വർഷത്തെ ഒളിമ്പിക്സിൽ? 48th റാങ്ക് ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഇന്ത്യക്ക് എത്ര മെഡലാണ് കിട്ടിയത്? 7 മെഡൽസ് ആണ് കിട്ടിയത്. നമുക്കറിയാം, 1 ഗോൾഡ്, 2 സിൽവർ, 4 ബ്രോൺസ് ആണ് ഇന്ത്യക്ക് കിട്ടിയ മെഡൽസ്. സോ ഇത് ലിസ്റ്റ് ആണ്, ആർക്ക് കിട്ടി, ഏത് മെഡൽ കിട്ടി ആൻഡ് ഏത് സ്പോർട്ടിന് കിട്ടി എന്നുള്ളത്. സോ ഇത് ബൈഹാർട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീരജ് ചോപ്രയ്ക്കാണ് ഗോൾഡ് മെഡൽ കിട്ടിയത് ജാവലിൻ ത്രോയിന്. ഓക്കെ, നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ ഫോർ ജാവലിൻ ത്രോ. മീരാബായ് ചാനു, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് കിട്ടിയ ആദ്യത്തെ മെഡലാണ് ഈ വർഷത്തെ. മീരാബായ് ചാനുവിന് സിൽവർ മെഡലാണ് കിട്ടിയത് വെയിറ്റ് ലിഫ്റ്റിംഗിന്. 49 കിലോഗ്രാം കാറ്റഗറിയിൽ വെയിറ്റ് ലിഫ്റ്റിംഗിന് മീരാബായ് ചാനുവിനാണ് സിൽവർ മെഡൽ കിട്ടിയത്. രവി ദാഹിക്കും സിൽവർ മെഡലാണ് കിട്ടിയത്. റെസ്ലിംഗിനാണ് 57 കിലോഗ്രാംസ് കാറ്റഗറിയിലാണ് ഇദ്ദേഹത്തിന് ഇത് കിട്ടിയത്. PV സിന്ധു ബ്രോൺസ് മെഡലാണ് കിട്ടിയത്. ബാഡ്മിന്റൺ സിംഗിൾസിൽ, വിമൻസ് സിംഗിളിൽ കിട്ടിയതാണ് ബ്രോൺസ് മെഡൽ. ബജ്രംഗ് പുനിയ റെസ്ലിംഗിന് ബ്രോൺസ് മെഡലാണ് കിട്ടിയത്. 64-69 കിലോഗ്രാം കാറ്റഗറിയിലെ ബജ്രംഗ് പുനിയയ്ക്ക് ബ്രോൺസ് മെഡലാണ് കിട്ടിയത്. ലവ്ലിന ബോർഗോഹെയിന് ബോക്സിംഗിലാണ് ബ്രോൺസ് മെഡൽ കിട്ടിയത്. ആൻഡ് ഇന്ത്യൻ ഹോക്കി ടീമിന്, ഇന്ത്യൻ ഹോക്കി മെൻസ് ടീമിനാണ് ബ്രോൺസ് മെഡൽ കിട്ടിയത്. സോ നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ, മീരാബായ് ചാനു സിൽവർ മെഡൽ, രവി ദാഹിയ സിൽവർ മെഡൽ, PV സിന്ധു ബ്രോൺസ്, ബജ്രംഗ് പുനിയ ബ്രോൺസ്, ലവ്ലിന ബോർഗോഹെയിൻ ബ്രോൺസ്, ഇന്ത്യൻ ഹോക്കി ടീം, ഇന്ത്യൻ ഹോക്കി മെൻസ് ടീം ബ്രോൺസ്. സോ ഇതാണ് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഒളിമ്പിക് അത്ലീറ്റ്സ്. സോ ആദ്യത്തേത് നമുക്കറിയാം നീരജ് ചോപ്രയാണ്, ഗോൾഡ് മെഡലാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മീരാബായ് ചാൻഹു ആൻഡ് രവി ദാഹിയ സിൽവർ മെഡൽ കിട്ടിയത്. അത് കഴിഞ്ഞ് PV സിന്ധു, ഇന്ത്യൻ ഹോക്കി ടീം, ലവ്ലിന ബോർഗോഹെയിൻ ആൻഡ് ബജ്രംഗ് പുനിയ, ഇവർക്ക് 4 പേർക്കും ബ്രോൺസ് മെഡലാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ മെനി സ്പോർട്സ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2020 ഒളിമ്പിക്സ്? നമ്മൾ പറഞ്ഞു ഓൾറെഡി 5 സ്പോർട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തത് 2020 ഒളിമ്പിക്സിൽ. ഏതാണ് ഈ 5? ബേസ്ബോൾ ഓർ സോഫ്റ്റ് ബോൾ, കരാട്ടെ, സ്പോർട്ട് ക്ലൈംബിംഗ്, സർഫിംഗ് ആൻഡ് സ്കേറ്റ് ബോർഡിംഗ്. ഇതാണ് 5 പുതിയ ഗെയിംസ് ഈ വർഷം ആഡ് ചെയ്തത്. ഇനി സ്ട്രെങ്ത് ഓഫ് ഇന്ത്യൻ കോണ്ടിജന്റ് ഫോർ ടോക്കിയോ ഒളിമ്പിക്സ് എത്രയായിരുന്നു?
228 ആയിരുന്നു. അതിൽ 127 അറൌണ്ട് 127 ആയിരുന്നു അത്ലീറ്റ്സ് ഉണ്ടായിരുന്നത്. കംപ്ലീറ്റ് ടീം എത്ര പേരാണ് പോയെന്ന് ചോദിച്ചാൽ 228 ആൾക്കാരാണ്. ഇനി നമ്മൾ കുറച്ച് ഒളിമ്പിക് ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോഴത്തെ അതിന്റെ ഒരു 2 എണ്ണം ബാക്കിലോട്ടും 2 എണ്ണം ഫ്രണ്ടിലോട്ടും മിനിമം അറിഞ്ഞിരിക്കണം. സോ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞത് 2020 ആണ്. സോ അതിന് മുന്നത്തെ 2 എണ്ണം 2012 ഒളിമ്പിക്സ് നടക്കുന്നത് ലണ്ടൻ ഒളിമ്പിക്സ് UK-യിലാണ്. 2016 റിയോ ഒളിമ്പിക്സ് ആയിരുന്നു അല്ലെ. റിയോ ഒളിമ്പിക്സ് ബ്രസീലിലാണ് നടക്കുന്നത്. പിന്നെ അടുത്തത് ഇപ്പൊ നടന്നത് ടോക്കിയോയിലാണ്, ടോക്കിയോ ജപ്പാനിലാണ്. 33rd എഡിഷൻ 2024 നടക്കാൻ പോകുന്നത്. അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസ് ഫ്രാൻസിലാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് കാലിഫോർണിയ USA-ലാണ്. ഓക്കെ, അപ്പൊ ഈ 5 എണ്ണം ഇപ്പോഴത്തെ കൂടാണ്ട് 2 എണ്ണം മുകളിലോട്ടും 2 എണ്ണം താഴത്തോട്ടും. സോ 2012 തൊട്ട് മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. 2012 ലണ്ടൻ ഒളിമ്പിക്സ് ആണ്, 2016 റിയോ, 2020 ടോക്കിയോ, 2024 പാരീസ്, 2028 കാലിഫോർണിയ. ഓക്കെ, സോ ഇത് കുറച്ച് മെമ്മറബിൾ മൂമെന്റ്സ് ആണ് നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നിന്ന്. നീരജ് ചോപ്ര, അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ കിട്ടി. നമ്മുടെ ഓപ്പണിംഗ് സെറമണി ഇതിൽ നമുക്ക് കാണാം 2 പേരും കൂടിയാണ് ഫ്ലാഗ് പിടിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? മേരി കോമും മൻപ്രീത് സിംഗും കൂടിയാണ് ഫ്ലാഗ് പെയർ ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞത് ക്ലോസിംഗ് സെറമണിയാണ്. ക്ലോസിംഗ് സെറമണിയിൽ ആരായിരുന്നു? ബജ്രംഗ് പുനിയയാണ് ഫ്ലാഗ് പിടിച്ചുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോക്കി ടീം ബ്രോൺസ് മെഡൽ കിട്ടിയ ഹോക്കി ടീം, ബ്രോൺസ് മെഡൽ നഷ്ടപ്പെട്ട നമ്മുടെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം, പക്ഷെ വളരെ നന്നായിട്ട് കളിച്ച ടീമായിരുന്നു. സോ അതും ഒരു സാഡ് മൊമെന്റ് ആയിരുന്നു നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഗോൾഫർ അദിതി അശോക് ആൻഡ് ആദ്യമായിട്ട് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത ഫെൻസർ ഭവാനി ദേവി. സോ അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടന്റ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഒളിമ്പിക്സ് ഗെയിം ആണ് ഇപ്പൊ കഴിഞ്ഞത്. സോ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.